Hello dears, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ SLCയിൽ സോഷ്യൽ സയൻസ് ആയിട്ട് ഇംഗ്ലീഷ് മീഡിയം സോഷ്യൽ സയൻസ് ആണ്. SLC എക്സാമിനേഷനാണ് മാർച്ച് 2024. അപ്പോൾ അതിൽ ഇൻസ്ട്രക്ഷൻ എന്താണ് നോക്ക്, 15 minutes കൂൾ ഓഫ് ടൈമാണ് കേട്ടോ. ആ ടൈമിൽ നിങ്ങൾ എന്താക്കുക, ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കി ആൻസറൊക്കെ പ്ലാൻ ചെയ്യുക. ഓക്കെ, പിന്നെ എന്താണ് രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ, ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഇൻ പാർട്ട് എ. പാർട്ട് എയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്യണം. Answer any one from questions given under each question number part B. Part B യിൽ ഏതെങ്കിലും എന്താണ് questions given under each question in part B. പാർട്ട് ബിയിൽ എന്താണ് ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, ഓർ എന്നുള്ള അതിലേതെങ്കിലും ഒന്ന് ഓരോന്ന് വീതമാണ് എഴുതേണ്ടത് കേട്ടോ. ഒന്നുകിൽ ഓർ എന്ന് പറഞ്ഞിട്ട് രണ്ടുമായിട്ട് പാർട്ട് ബിയിൽ പാർട്ട് എയിലെല്ലാം ചെയ്യാം. ദെൻ ഐഡന്റിഫൈ ദ ട്രിബ്യൂട്ടറി ഓഫ് റിവർ കാവേരി. ഏതാണ് tributary of river Kaveri? Kabani അല്ലേ, എന്താണ് കബനി. Then next, which is the first national level struggle held by the Indian National Congress under the leadership of Mahatma Gandhi? ഏതാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ, ഐഡന്റിഫൈ an example of state service. സ്റ്റേറ്റ് സർവീസിലുള്ള എക്സാമ്പിൾ ഏതാണ്? അഗ്രികൾച്ചറൽ ഓഫീസർ. എന്താണ് അഗ്രികൾച്ചറൽ ഓഫീസർ കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താണ് നാലാമത്തത്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് എ ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഇതിൽ ഏതാണ് ഹ്യൂമൻ റിസോഴ്സിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചർ? ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് നോക്കൂ, ഏതാണ് ഏജ് സ്ട്രക്ചർ അല്ലേ. എന്താണ് ഏജ് സ്ട്രക്ചർ? ഏജ് സ്ട്രക്ചർ. ദ നെക്സ്റ്റ്, വിച്ച് ഇന്ത്യൻ സിറ്റി ഈസ് നോൺ ആസ് എ കോട്ട്നോപോളിസ്. ഏത് ഇന്ത്യൻ സിറ്റിയാണ് കോട്ട്നോപോളിസ് എന്നറിയപ്പെടുന്നത്? ഏത് ഇന്ത്യൻ സിറ്റിയാ? മുംബൈ ആണ് കേട്ടോ. എന്താണ് മുംബൈ. മെൻഷൻ എനി 3 methods ഓഫ് സ്റ്റഡി ഇൻ സോഷ്യോളജി. സോഷ്യോളജിയിലെ എന്താ 3 methods ഓഫ് സ്റ്റഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സോഷ്യൽ സർവേ, ഇന്റർവ്യൂ, ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, ലിസ്റ്റ് ഔട്ട് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്. ഇൻഫോർമേഷൻ ആക്ടിലേക്കുള്ള റൈറ്റ് അല്ലേ, റൈറ്റ് ഓഫ് എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ റൈറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? The act that constitutes an information commission at state and national level to prevent corruption, പിന്നെ to create responsibility, to function the government transparently. Then next എന്താണ്, what are western disturbances? എന്താണ് western disturbance എന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? The cyclones originating in the Mediterranean Sea during winter gradually shifts towards the east and reaches India. This causes winter rainfall in the northern plains, especially in the Punjab region. This rain is much beneficial for the winter crops. Jet streams, the strong upper air currents in the troposphere, have a significant role in bringing the western disturbance to India. Okay, then next എന്താ നോക്കൂ, write a short note on the tea plantation in India. Tea plantation in India. ഇന്ത്യയിലുള്ള ടീ പ്ലാന്റേഷനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് നമുക്ക് എഴുതാം, ഇന്ത്യ is the largest producer of tea in the world. The major tea producing states in India, Assam, West Bengal, Kerala and Tamil Nadu. Hilltops having an annual rainfall range of 200 to 250 centimeter and 25 degree to 30 degrees Celsius of temperature are most favorable for tree plantation. Well drained soil rich humus content is required for this plantation crops. Okay, then next question എന്താണ്, 10th question എന്താണ്, explain any 3 advantages in developing human resources എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3 advantages ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സിന് 3 അഡ്വാൻറ്റേജ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാതാ, productivity of the workers increases, economic inequality is reduced, social welfare is ensured, entrepreneurship improves, makes possible the development and use of advanced technology, natural resources and utilized effectively അല്ലേ. ഇതൊക്കെ എഴുതാൻ നമുക്ക് അല്ലേ 3 അഡ്വാൻറ്റേജ് ഇട്ട് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. കൂടുതൽ പഠിച്ചു വെച്ചോ. അപ്പോൾ ഏതെങ്കിലും ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എഴുതാമല്ലോ അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ്, അറേഞ്ച് ദ ഐറ്റംസ് ഇൻ കോളം ബി അപ്രോപ്രിയേറ്റ് ഇൻ കോളം എ. എന്താണ്, മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ. വൈകുണ്ഠസ്വാമികൾ, തന്നിട്ട് അയ്യങ്കാളി, പണ്ഡിറ്റ് KP കുറുപ്പൻ, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. പിന്നെന്താണ്, ആര്യസമാജം, തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, സദുജന പരിപാലന സംഘം, സമത്വ സമാജം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം, വൈകുണ്ഠസ്വാമികൾ എന്താണ് സമത്വ സമാജം, അയ്യങ്കാളി സദുജന പരിപാലന സംഘം,
പണ്ഡിറ്റ് കെ പി കറുപ്പൻ ആര്യ സമാജം, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ അല്ലെ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഈ 12th ക്വസ്റ്റ്യൻ. What are the factors that made Gandhiji to select salt as a powerful weapons against the British? What are the factors that made Gandhiji to select salt as a powerful weapons against the British? ബ്രിട്ടീഷിനെ എതിരിട്ടിട്ട് ഈ സാൾട്ടിനെ പവർഫുൾ വെപ്പൺ ആയിട്ട് സെലക്ട് ചെയ്യാൻ എന്ത് കാരണമാണ് ഗാന്ധിജിക്ക് ഉണ്ടായത്? എന്താണെന്ന് നോക്കാം നമുക്ക് അല്ലേ. അപ്പോൾ ഗാന്ധിജിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉപ്പ് എന്താണ് മെയിൻ ഇതായിട്ട് എടുക്കാൻ അല്ലേ. എന്താണ്? സോൾട്ട് ടാക്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് 2/5 portion of the income collected by the British through taxes. This tax was a heavy burden for the poor people. The British government banned small scale indigenous salt production. There was threefold hike on salt price. The demand for lifting salt tax was a slogan suitable to inspire all segment of the society. Okay, then next നിങ്ങൾക്ക് അറിയുന്ന പോയിന്റുകൾ പിന്നെ എഴുതാം കേട്ടോ. വാട്ട് ആർ ദ സിറ്റുവേഷൻസ് വെൻ കംപ്ലൈൻറ്റ്സ് അബൌട്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് ക്യാൻ ബി ഫിൽഡ്? ഏതാണ്? വാട്ട് ആർ ദ സിറ്റുവേഷൻ വെൻ കംപ്ലൈൻറ്റ്സ് അബൌട്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് ക്യാൻ ബി ഫിൽഡ് അല്ലേ. എന്താണ്? എന്ത് സിറ്റുവേഷനാണ് നോക്കാം നമുക്ക്. ആ തർക്കത്തിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആ സിറ്റുവേഷൻ അല്ലേ, സന്ദർഭങ്ങൾ ഏതെല്ലാന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ്? വെൻ ദ പർച്ചേസ്ഡ് പ്രോഡക്റ്റ് ഈസ് ഡാമേജ്ഡ് ഓർ defective services received, appropriation of price over, violation of the adulteration law, sale of harmful products, giving misleading advertisement അല്ലേ. ഇതൊക്കെയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. എക്സ്പ്ലെയിൻ ദ അച്ചീവ്മെന്റ്സ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഇൻ ദ ഫീൽഡ് ഓഫ് സ്പേസ് റിസർച്ച്. 4 മാർക്കിൻ്റെ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്പേസ് റിസർച്ച് എന്താ? ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് INCOSPAR അല്ലെ, ഇൻകോസ്പാർ. ഫൗണ്ടർ ആരാ? വിക്രം സാരാഭായ്. പിന്നെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1969. ദ ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ തുമ്പ, തിരുവനന്തപുരം. ആര്യഭട്ട ഫസ്റ്റ് സാറ്റലൈറ്റ് ലോഞ്ച്ഡ് 1975. ഇന്ത്യ ബ്രേവ്ലി കോൺട്രിബ്യൂട്ടഡ് ടു stalwarts of Indian science H.J. Bhabha and S.N. Bhatnagar. Agni and Prithvi are the missiles developed by India under Dr. Raja Ramana and Dr. APJ Abdul Kalam, missile man of India. India launched Chandrayaan first lunar mission on 2008. Mangalyaan, the space mission of India to Mars, is the Indian made space shuttle that covered the longest distance in space. Several agencies that develop satellite that are National Remote Sensing Agency NRSA, Physical Research Laboratory PRL. India made tremendous progress in the field of medical science, biomedical engineering, genetics, biotechnology, health science, marine technology, information technology, atomic energy and transportation. Next എന്താണ്? മാർക്ക് ആൻഡ് ലെവൽ ദ ഗിവൺ ജിയോ ഇൻഫർമേഷൻ ഇൻ ദ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ പ്രൊവൈഡഡ്. ഏതൊക്കെയാണ്? റിവർ നർമ്മദ, ഈസ്റ്റേൺ ഗാറ്റ്സ്, മാൾവ പ്ലാറ്റ്യൂ, കൊച്ചി പോർട്ട്. ഏതൊക്കെയാണ് എന്താ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്? മാൾവ പ്ലാറ്റ്യൂ, റിവർ നർമ്മദ, ഈസ്റ്റേൺ ഗാറ്റ്സ് ഇതെങ്ങനെ, പിന്നെ കൊച്ചി പോർട്ട് ഇതല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാർട്ട് ബി ആണ് കേട്ടോ. അവിടെ ഓർ തന്നിട്ടില്ല, അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 16 രണ്ടെണ്ണം തന്നിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ. ഐഡന്റിഫൈ ദ നാഷണൽ ലീഡേഴ്സ് നോൺ ആസ് ലാൽ ഭാൽ പാൽ. ഈ ലാൽ പാൽ ബാൽ ആരാണ്? ലാൽ എന്ന് പറഞ്ഞാൽ ലാലാ ലാജ്പത് റായ്, ബാൽ എന്ന് പറഞ്ഞാൽ ബാലഗംഗാധര തിലക്, പാൽ എന്ന് പറഞ്ഞാൽ ബിപിൻ ചന്ദ്രപാൽ. ഓക്കെ, ദെൻ അടുത്ത എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണലിസം. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ ദ ഇൻഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണലിസം. ഏതാണ്? ദ റോൾ ഓഫ് ന്യൂസ് പേപ്പർ. ഗിവ് ഇൻഫോർമേഷൻ ഓൺ മെസാക്കർ oppression and repressive rule in India. Popularized reformative movements against social evils and superstitions. Motivated the people to protest against the British rule and evils in Indian society. Gave information about the global agitations for freedom, democracy and equality. Created public awareness on economic exploitation by the British. Okay, the next എന്താണ്? 17 അല്ലേ. ലിസ്റ്റ് ഓഫ് ദ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. എന്താണ്? ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം നോക്കി എന്താണ് ലിസ്റ്റ്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ദിസ് ബെൽറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ 5 degree north and 5 degrees south latitudes. Subtropical high pressure belt. This belt lies 13 degree latitudes in both northern and southern hemisphere. Subpolar low pressure belt. This belt lies 60 degree latitudes in both north and south of the equator.
polar high pressure belt. This belt lies 90-degree latitudes in both the hemisphere. Okay, then next എന്താണ് അതിൽ ഓർ വന്നിട്ടിരിക്കുന്നത്, ഗീവ് റീസൺ ഫോർ ദ ഒക്കറൻസ് ഓഫ് സീസൺ. എൻ്റെ റീസണാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് revolution, tilt of the earth's axis, the parallelism of the earth's axis, apparent movement of the sun. Okay, then next എന്താണ് നോക്കൂ, 18th question ആണ് കേട്ടോ. Write any 3 features of a permanent land revenue settlement. അപ്പോൾ 3 features of permanent land revenue statement ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കൂ. The permanent land revenue settlement, zamindari system അല്ലേ. Tax collected by the zamindars. Zamindars were the owner of the entire land. Actual farmers became tenants. Farmers were to pay up to 60% the production. Tax was to paid in cash before the cut-off date. Introduced in Bengal, Bihar and Orissa. Okay. Then next എന്താണ് അതിൽ ഓർ വന്നിരിക്കുന്നത് എന്താണ്, who wrote the play Neil Darpan? How did it influence Indian nationalism എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ആരാണത്? നീൽ ദർപ്പൻ, എ പ്ലേ റിട്ടൺ ബൈ ദിനബന്ധു മിത്ര അല്ലേ. ഇൻഫ്ലുവൻസ് ഇൻ ഇന്ത്യൻ നാഷണലിസം എന്താ, ഡെപിക്റ്റഡ് ദ സെവിയർ എക്സ്പ്ലോയിറ്റേഷൻ സഫേർഡ് ബൈ ദ ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ബംഗാൾ. സുരേന്ദ്രനാഥ് ബാനർജി campaigned for the welfare of the Bengali farmers, taking cue from the issue depicted in Neil Darpan. This play triggered farmers' unrest in various parts of the country. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന്, നിങ്ങൾ നന്നായി പഠിക്കണം കേട്ടോ. പഠിച്ചിട്ടേ നമുക്ക് എക്സാം എഴുതാൻ കഴിയുള്ളൂ. നല്ല മാർക്ക്, ഫുൾ A+ തന്നെ വാങ്ങണം. അപ്പോൾ എന്താണ്, നിങ്ങൾ നന്നായി പഠിക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താ, 19th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ് ഓഫ് ദ സ്റ്റേറ്റ്. എക്സ്പ്ലെയിൻ ദ ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ് ഓഫ് ദ സ്റ്റേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഒബ്ലിഗേറ്ററി ഫങ്ഷൻ, functions which have to be implemented by the state at all times at any cost. State cannot abstain from its obligatory functions. The life and property of the people cannot be protected if the obligatory functions are not performed. Obligatory functions: protection of boundary, maintain internal peace, protection of rights, implementation of justice. Okay, then next എന്താണ് അതിൽ വരുന്നിരിക്കുന്നത്, ഓർ എന്ന് പറഞ്ഞിട്ട് അല്ലേ. വാട്ട് ഈസ് സിവിക് കോൺഷ്യസ്നെസ്? ഇലൂസിഡേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സിവിക് കോൺഷ്യസ്നെസ് ആണ്. അപ്പോൾ എന്താണ്, സിവിക് കോൺഷ്യസ്നെസ് ഈസ് ദ റെക്കഗ്നിഷൻ ദാറ്റ് ഈച്ച് citizen is for the society and the genuine interest of the society are the interest of the citizen. Those who have civic consciousness will always be ready to work for the society. Importance of civic consciousness endane, civic consciousness influences the progress of the state and society. In the absence of civic consciousness, human beings will become selfish. This will adversely affect the social life. In such a society, there will be no peace or security. The next 20th question എന്താണ് നോക്കൂ, എന്താണ്, പ്രിപ്പയർ എ നോട്ട് ഓൺ പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ കുറിച്ചിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ദ എക്സ്പെൻഡിച്ചർ ഇൻക്വയർഡ് ബൈ ദ ഗവൺമെന്റ് ഈസ് നോൺ ആസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഗവൺമെന്റ് അണ്ടർടേക്സ് മെനി ആക്ടിവിറ്റീസ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഗവൺമെന്റ്. The expenditure incurred by the government for constructing roads, bridges and harbors, starting up new enterprises, setting up an educational institution, etc. are considered as developmental expenditure. Examples: construction of roads, bridges and harbors, setting up of educational institutions, starting up new enterprises, etc. പിന്നെ എന്താണ് അടുത്ത പോയിന്റ് വരുന്നത്, 4 മാർക്കിന്റെ പോയിന്റ് ആണല്ലേ. അപ്പോൾ 4 പോയിന്റുകൾ വരണം കേട്ടോ. എക്സ്പെൻഡിച്ചർ ഇൻക്വയർഡ് ഫോർ വാർ, ഇൻട്രസ്റ്റ്, പെൻഷൻ എക്സെട്ര ആർ കൺസിഡർഡ് ആസ് non-developmental expenditure. The government will not get any revenue from its non-developmental expenditure. Okay, then next എന്താണ് ഓർന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താണ്, ലിസ്റ്റ് ദ ഫീച്ചർ ഓഫ് പേയ്മെന്റ് ബാങ്ക്സ് അല്ലേ. എന്താണ് ഈ പേയ്മെന്റ് ബാങ്ക്സിന്റെ ഫീച്ചർ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കൂ, എന്താണ് ഫീച്ചേഴ്സ് ഓഫ് പേയ്മെന്റ് ബാങ്ക്സ്. accept deposit up to only 1 lakh rupees from individuals, provide interest on deposit as specified by the RBI, do not provide loan, charge a specific fee as commission for bank transaction, debit card is provided but no credit card. Okay, നിങ്ങൾ ടൈമിംഗ് നോക്കി എഴുതണം കേട്ടോ. നിങ്ങൾ എന്താക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിയാനൊന്നും പാടില്ല. നിങ്ങൾ പഠിച്ചത് എന്താണോ അത് ആദ്യം എഴുതുക കേട്ടോ. സമയം എന്താണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ കുറേ എഴുതാനുണ്ട്. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ടൈം
വെറുതെ കളയാൻ പാടില്ല. ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കുക, നിങ്ങൾക്ക് അറിയുന്നതിൻ്റെ ഒക്കെ ആൻസർ നിങ്ങൾ എഴുതുക. പിന്നെ ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ എന്താക്കുക, വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുക. അല്ല ഇപ്പോൾ എന്താണ് ഫസ്റ്റിലൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ആൻസേഴ്സ് എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് 21 എന്താണ്? വാട്ട് ആർ ദ തിയറീസ് റിഗാർഡിംഗ് ദ ഒറിജിൻ ഓഫ് സ്റ്റേറ്റ്? എന്താണ് ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് അല്ലെ? എന്തൊക്കെ വാട്ട് ആർ ദ തിയറീസ് റിഗാർഡിംഗ് ദ ഒറിജിൻ ഓഫ് സ്റ്റേറ്റ്? എന്താണ്? ഡിവൈൻ റൈറ്റ് തിയറി. എന്തൊക്കെയാ ഡിവൈൻ റൈറ്റ് തിയറി? പിന്നെ അതിൽ സ്റ്റേറ്റ് ഇൻ ദ ക്രിയേഷൻ ഓഫ് ഗോഡ്, കിങ് ഈസ് ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ഗോഡ്, കിങ്സ് ഈസ് ആൻസറബിൾ ഓൺലി ടു ഗോഡ്. എവല്യൂഷണറി തിയറി എന്താണ്? സ്റ്റേറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഹിസ്റ്ററി, ഇറ്റ് വാസ് ഫോംഡ് ബൈ സോഷ്യൽ എവല്യൂഷൻ. Social contract theory. State came into existence as a result of a contract by the people. State was constituted for the fulfillment of human needs. Power theory. State came into existence as a result of the establishment of power by the strong over the weak. Okay. Then next എന്താണ് അതിൽ പറയുന്നത്? ഓറിൽ പറയുന്നത് എന്താണ്? Explain the role of associations and media in fostering civic consciousness. ഏതാണ്? Associations plan an important role in empowering people by giving power and right to them. Association impacts civic and political consciousness in individuals. Such associations many a time equip the individuals to work voluntarily with a service mind. They can create awareness about protection of environment, charity and protection of human rights through their activities. Can create awareness among individuals about environment and the human rights. ഈ മീഡിയ എന്താണ്? Print and electronic media influences the society. News and information reach the masses through the media. Judicious and objective information lead to the formulation of creative ideas. Okay. Then next 22ാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. Explain the two types of remote sensing based on sources of energy. ഏതാണ്? Remote sensing based on source of energy. Passive remote sensing. Remote sensing is carried out with the help of solar energy is known as passive remote sensing. Here the sensors do not emit energy by itself. The next active remote sensing. Remote sensing made with the aid of artificial source of energy radiating from the sensor is known as active remote sensing. Okay. അതിൽ ഓർ പറഞ്ഞിട്ട് ഏതാ അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നോക്കിയേ. What is contour interval? Establish the relationship between the spacing of contours and slope of landform. ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പം നോക്കൂ എന്താണ് നമുക്ക് എഴുതാം. Contour interval. The difference between the value of two adjacent contour is called the contour interval. The contour interval in topo sheets is generally 20 meters and on elevated landforms it will be 100 meters. By analyzing the values of the contours, the altitude of places represented in the maps can be found out. The relationship between the spacing of contours and slope of landform, and the closely spaced contours represent steep slopes and the widely spaced contours represent gentle slopes. Okay. Then next എന്താണ് 23. Mention the goals of fiscal policy. Fiscal policyന്റെ ഗോൾസ് എന്തൊക്കെയാണ് മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്താണ് ഗോൾസ് ഓഫ് ഫിസ്ക്കൽ പോളിസി? അറ്റൈൻ എക്കണോമിക് സ്റ്റെബിലിറ്റി, ക്രിയേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, കൺട്രോൾസ് അൺനെസസറി എക്സ്പെൻഡിച്ചർ, ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ പ്രൈസ് സ്റ്റെബിലിറ്റി. ഓക്കെ. ദെൻ അടുത്ത എന്താണ് ഓർ? ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി അല്ലേ? ഓർന്ന് കാണിക്കുന്നില്ലേ? ഇപ്പം മെൻഷൻ ദ ഗോൾ ഓഫ് ഫിസ്ക്കൽ പോളിസിയോ അല്ലെങ്കിൽ ലിസ്റ്റ് ഔട്ട് ദ ബേസ് ഓൺ വിച്ച് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. അതുകൊണ്ടാണ് ഓർ കൊടുത്തത്. 23 24 അങ്ങനെ ഓർ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ 2 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. എല്ലാം കൂടി എഴുതിയാൽ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയുന്നത് എഴുതുക കേട്ടോ. ഓക്കെ. ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 2 ഉണ്ട്. ആ 2 ഏതെങ്കിലും ഒന്നാണ് ഇവിടെ ഓർന്ന് എഴുതിയാൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ദെൻ നെക്സ്റ്റ് എന്താണ്? ലിസ്റ്റ് ഔട്ട് ദ വേസ് ഇൻ വിച്ച് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്. ഏതാണ്? സേവിംഗ് ഡെപ്പോസിറ്റ്. It is a scheme that helps the public to deposit their saving. Banks offer low rate of interest for this deposit. Current deposit. This deposit facilitates depositing and withdrawing money many times in a day. Normally traders and industrialists use this deposit scheme. ഇനി ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്താണ്? ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ആർ ഐഡിയൽ ഫോർ ഡെപ്പോസിറ്റിംഗ് മണി ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ടൈം പീരീഡ് ഫോർ വിച്ച് the money is deposited.
Recurring deposit എന്താണ്? Recurring deposit receive a specific amount every month for a specified period of time. The interest rate of this deposit will be higher than that of saving deposits but less than that of fixed deposits. Okay, then next 24th question ആണ്. നോക്കൂ 24th question എന്താണ്? Write a description on international date line. അല്ലെങ്കിൽ ഏതാ? What are local winds? Write short notes on the following local winds. ചിനുക്കുള്ളൂ അല്ലേ? അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് എഴുതാൻ വേണ്ടി പറഞ്ഞല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ്, നിങ്ങൾ ഏതാണ് അറിയുന്നെങ്കിൽ ഇത് എഴുതുക, അതറിയില്ലെങ്കിൽ ഇത് എഴുതുക ഏതാ വെച്ചാൽ. അപ്പോൾ ഇതിന് ആൻസർ രണ്ടിനും ഞാൻ പറയുന്നുണ്ട്, എല്ലാത്തിനും ഞാൻ പറയുന്നുണ്ട് കേട്ടോ. റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ ഓൺ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഞാൻ ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 180 degree longitude, 180 degree longitude to the east and west of Greenwich. Not a straight line. Passes through a sea bearing strait in Pacific Ocean. Travelers gain or lose a day on crossing this line. The travelers who cross international date line from the east calculate the time by advancing it by 1 day, and those who cross the line from the west deduct 1 day. While crossing from the east, time will be a day ahead. While crossing from the west, time will be a day behind. Okay. പിന്നെ എന്താണ് അതിൽ ഓർന്ന് പറഞ്ഞ ഏത് ക്വസ്റ്റിനാണ് കൊടുത്തിരിക്കുന്നത്? What are local winds? Write a short notes on the following local winds. ചിന്നുക്കുള്ളൂ അല്ലേ. ഓക്കെ, എന്താണ് ലോക്കൽ വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ലോക്കൽ വിൻഡ്സ് ആർ വിൻഡ്സ് whose effect are limited to a relatively smaller area, formed as a result of the local pressure differences. These winds are weak. ഈ ചിനുക്ക് എന്താന്ന് നോക്കിയേ? It is a hot local wind that blows down the eastern slope of the Rocky Mountains of North America. As a result of these winds, the snow along the eastern slope of the Rockies melts away. The term Chinook means snow eater, an apt term that describes its peculiarity, since this wind reduces the severity of the cold. It is helpful for the wheat cultivation in the Canadian lowlands. It is another hot wind blowing in the North Indian plains. These winds blowing from the Rajasthan desert raise the summer temperature of the northern Indian plains. Okay, then next 25th question. Explain the circumstances that led to the American War of Independence based on the following hints. Hints എന്തൊക്കെയാ? Mercantilist laws, continental congresses അല്ലേ, അല്ലെങ്കിൽ എന്താണ്? എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് റിസൾട്ട് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം 25 ഇത് പറഞ്ഞു നോക്കാം. ആദ്യത്തെ അല്ലേ, ആദ്യത്തെ എന്താണെന്ന് നോക്കാം നമുക്ക്. എന്താണ്? ദ പോളിസി ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. എന്താണ്? ദ പോളിസി ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ് മെർച്ചൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ മദർലാൻഡ് ഇൻ ദ American colonies is known as a mercantilism. As part of mercantilism, several laws were implemented in the British colonies. In the mercantilist laws, the goods to and from the colonies must be carried only in British ships. The product of the colonies like sugar, wool, cotton, tobacco, etc. could only be exported to England. British stamp must be affixed on all the legal documents, newspapers, license, etc. The colonies must provide food and quarters for the British troops which were maintained in the colonies. Import tax must be paid for the import of tea, glass, paper, etc. The Continental Congress is in the first Continental Congress. The delegates of all colonies except Georgia met at the Philadelphia in 1774 to protest against the policies and rules imposed by England. It is known as the First Continental Congress. Subsequently, people of the colonies submitted a petition to the King of England. They demanded the revocation of the regulations enforced on the industry and commerce and not to impose tax without approval of the people. But the King sent a military force to suppress the people. This led to the war between England and the colonies. The Second Continental Congress held at Philadelphia in 1775 elected George Washington as the commander-in-chief of the Continental Army. During this time, through the pamphlet titled Common Sense, Thomas Paine declared that it was wise for the Americans to break the ties with Britain. The American Continental George Washington Congress issued the famous Declaration of Independence on
4th July 1776. The declaration was prepared by Thomas Jefferson and Benjamin Franklin. According to the Treaty of Paris in 1783, England ratified the freedom of 13 colonies. The Constitution Convention held at Philadelphia under the leadership of James Madison formed the American Constitution. George Washington became the first president of the United States of America, formed in accordance with the new Constitution. Here be അടുത്ത എന്താ പറഞ്ഞ ഓർണറി എക്സ്പ്ലെയിൻ ദ കോസസ് ആൻഡ് റിസൾട്ട് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ അല്ലേ. അപ്പോൾ എന്താണ് കോസസ് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ എന്താണ്, ടേംസ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ ട്രീറ്റീസ് നോക്കാം. പാരീസ് പീസ് ട്രീറ്റി 1919 നോട്ട് പ്രൊവൈഡഡ് കോളനി ഓർ മാർക്കറ്റ് ഫോർ ദ ജർമ്മനി ആൻഡ് ഇറ്റലി. So they planned to attack weak nations and conquer colonies. Treaty of Versailles, Germany lost colonies and mines. War guilt and indemnity imposed on Germany. It paved way to aggressive nationalism in Germany. ഇനി ബി എന്താ നോക്കിയേ, the emergence of aggressive nationalism, Nazism and fascism. Under the Hitler, Nazism developed in Germany, and under the Mussolini, fascism originated in Italy. Both of them were aggressive. Formation of military alliances in the Axis powers, Germany, Italy, Japan. Allied powers, England, France, China. Later USSR and USA with them. പിന്നെ ഡി എന്താണ്, aggressive foreign policies of Germany and Italy. Germany attacked the Australia and Czechoslovakia. Italy conquered Ethiopia, Albania. Failure of League of Nations. League of Nations failed to stall the attack of Allied powers. Policy of appeasement. When Axis powers attacked other nations, Britain and France did not prevent. They considered Soviet Union, being socialist country, as their chief enemy. This policy encouraged fascist attack and is known as policy of appeasement. The immediate cause എന്താണ്, Germany attacked Poland on 1st September 1939. This prompted the Allied nations to declare war against Germany. പിന്നെന്താ റിസൾട്ട് ഓഫ് ദ വാർ എന്താണ്, ഓവർ 10 million people died. Economic system of European countries was destroyed. European dominance in world diminished. Freedom movement in Asia and Africa intensified. America and Soviet Union emerged as global power. UNO was formed. ഓക്കെ, അപ്പോൾ എത്രയുള്ള നിങ്ങളെ ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങൾ നന്നായി പഠിക്കണം കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് പഠിച്ചത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താ അറിയുന്നോ അതങ്ങോട്ട് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ എഴുതാക്കരുത്. അതിനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ആൻസർ ആണെങ്കിലും നിങ്ങൾക്ക് എന്താക്കുക, ആ ക്വസ്റ്റ്യൻ നോക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോയിന്റുകൾ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. അപ്പോൾ നിങ്ങൾ പഠിച്ച സംഭവങ്ങളൊക്കെ എഴുതുക. ഒറ്റ ക്വസ്റ്റ്യൻസും വിടാതെ എഴുതുക കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ നമ്പറും നിങ്ങൾ എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ മാത്രമല്ല ആൻസറും എഴുതുക. ഓക്കെ ഓക്കെ, അപ്പോൾ നന്നായി പഠിക്കുക, നന്നായി എഴുതുക. എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതാൻ ശ്രമിക്കുക തന്നെ എഴുതുക. ഓക്കെ, ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എഴുതിയാൽ മതി അറിയില്ലെങ്കിലും. ഓക്കെ, അപ്പോൾ നന്നായി പഠിച്ച് എക്സാം എഴുതുക. ഓക്കെ, താങ്ക് യു.